ഭാരതരഥം നാടകം വർത്തമാനകാലത്തേക്കുള്ള ശക്തമായ ശബ്ദമാണ്. രാജ്മോഹൻ നീലേശ്വരം. കെ.പി. കുഞ്ഞിരാമ പൊതുവാൾ രചിച്ച ഭാരതരഥം നാടകം വർത്തമാനകാലത്തേക്കുള്ള കരുത്തുറ്റ ശബ്ദമായിരുന്നുവെന്ന് കേരള സംഗീത നാടക അക്കാദമി അംഗം രാജ്മോഹൻ നീലേശ്വരം പറഞ്ഞു. ആധുനിക കാലം നേരിടുന്ന പ്രതിസന്ധികൾക്കുള്ള കാരണമായി ഭാരതരഥത്തിലെ സഞ്ജയൻ പറയുന്ന ഒരു സംഭാഷണം മാത്രം മതിയാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാടക ചലച്ചിത്ര പുരസ്കാര ജേതാക്കളായ അന്നൂരിലെ കലാകാരന്മാരെ ആദരിക്കുന്നതിനായി അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയം നാടകനാട് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ കുതിരക്കാരന്റെ റോളിൽ എനക്കാണെന്ന് സമ്മാനം ലഭിച്ചു. അതൊന്നും ഞെട്ടിച്ച ഒന്നായി. കാരണം പെർലശ്ശേരി രാഘവമാഷെ പോലുള്ള രവിയേട്ടനെ പോലുള്ള ഒരാളുടെ മുമ്പിൽ നിന്ന് ആ ഒരു സമ്മാനം വാങ്ങുമ്പോൾ അവരൊക്കെ ഒരു കുട്ടി എന്നുള്ള രീതിയിൽ തള്ളിക്കളയല്ലേ. ഇന്നത്തെ അവസ്ഥയല്ല. ഭയങ്കരമായിട്ട് അഭിനന്ദിക്കുകയാണ് ആ രവിയേട്ടനെ ഞാൻ ഓർമ്മിക്കുന്നു. രവിയേട്ടന് ഒരുപാട് ബഹുമുഖ പ്രതിഭയാണെന്ന് നമുക്ക് അറിയാം. വിദ്വാൻ പി കേരളനായരെ പറ്റി പറയുന്നത് പോലെ തന്നെ ഹിന്ദി വളരെ മനോഹരമായിട്ട് അറിയും, ഇംഗ്ലീഷ് അറിയും, ഹിന്ദിയിലെ പാട്ടുകൾ മലയാളത്തിലേക്ക് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യും. അങ്ങനെ പല രീതിയും അതേക്കുറിച്ച് ഒരുപാട് തമാശകളുണ്ട്. അദ്ദേഹം കെട്ടിയ വേഷങ്ങൾ അതേപോലെ അഴിച്ചു വെക്കാതെ വീട്ടിലേക്ക് വരുന്ന ഒരു രവിയേട്ടനുണ്ട്. പോലീസ് ആയിട്ടൊക്കെ വരുന്നു. ഒരു ദിവസം ശ്രീകൃഷ്ണന്റെ വേഷത്തില് അദ്ദേഹം പുറച്ച ഇങ്ങനെ വരികയാണ്. വളർക്കാലം ഇടവഴിയിലൂടെയൊക്കെ അദ്ദേഹം സഞ്ചരിക്കുകയാണ്. വീട്ടിന്റെ വാതിലിന്റെ പുറത്തേക്ക് നിന്നു. അപ്പൊ അമ്മ വാതിൽ തുറക്കുമ്പോൾ ഓടക്കുഴലോട് കൂടിയിട്ടുള്ള കൃഷ്ണനെയാണ് കണ്ടിരുന്നു. ഞെട്ടിപ്പോയിരുന്നു. ബോധമിട്ട് വീടില്ല എന്നൊരു കഥയൊക്കെ പറയാറുണ്ട്. ഭയങ്കര രസമായിട്ട് ജീവിതത്തിലും അഭിനയിക്കുന്ന, എന്നാൽ ഒരിക്കലും ഇമേജ് സംരക്ഷിക്കാത്ത വളരെ കൃത്യമായ പച്ചയായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹമുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് സ്കിപ്പ് ചെയ്യുകയാണ്. കേരള സംഗീത നാടക അക്കാദമി നാടക പ്രതിഭാ പുരസ്കാരം നേടിയ പയ്യന്നൂർ മുരളി, ഗുരുപൂജ പുരസ്കാരം നേടിയ പയ്യന്നൂർ ഉണ്ണികൃഷ്ണൻ, മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള പുരസ്കാരം നേടിയ പി പ്രേമചന്ദ്രൻ, മികച്ച അഭിനയത്തിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം നേടിയ കെ.സി. കൃഷ്ണൻ എന്നിവരാണ് ആദരം ഏറ്റുവാങ്ങിയത്. പുരസ്കാര ജേതാക്കൾക്ക് രാജ്മോഹൻ നീലേശ്വരം ഉപഹാരം നൽകി ആദരിച്ചു. ഗ്രന്ഥാലയം പ്രസിഡന്റ് വി.എം. ദാമോദരന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുമോദന സമ്മേളനത്തിൽ എം.ടി. അന്നൂർ, പി. ബാലചന്ദ്രൻ, പി. കമ്മാര പൊതുവാൾ എന്നിവർ ആദരഭാഷണം നടത്തി. പുരസ്കാര ജേതാക്കൾ ആദരവിന് നന്ദി പറഞ്ഞു. സി.കെ. ഹരീന്ദ്രൻ സ്വാഗതവും കെ. ശിവപ്രസാദ് നന്ദിയും പറഞ്ഞു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്രമോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല 4 പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം. പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ്, കമ്മൽ, നാഗപടം നെക്ലസ്, മുല്ലമാല, മാങ്ങമാല, കാശുവള, ലക്ഷ്മിവള തുടങ്ങി അനേകം ആന്റിക് കളക്ഷനുകൾ, പുതുതലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ, വളകൾ, മോതിരങ്ങൾ, മാലകൾ. BIS ഹാൾമാർക്ക് ജ്വല്ലറി, അപ്പുസൺസ് ഗോൾഡ് ഹൗസ്, പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. അപ്പുസൺസ് കിഡ്സ് ജ്വല്ലറി, പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ.